പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആന്തരിക ജീവിതത്തെ വിശുദ്ധീകരിക്കുക. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഇന്ന്. സാങ്ക്ടിഫൈ യുവർ ഇന്നർ ലൈഫ്, യുവർ പേഴ്സണൽ ലൈഫ്, യുവർ സീക്രട്ട് ലൈഫ്. കർത്താവെ, ഞങ്ങളെ അതിനെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ കണ്ടാൽ എങ്ങനെയാകുമെന്നോർത്ത് മുഖം മിനുക്കി വളരെ നന്നായിട്ട് മാത്രം മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഇങ്ങനെ പൊയ്മുഖങ്ങളെ അഴിച്ചു മാറ്റാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇന്നത്തേത്. കാപഢ്യം എന്നുള്ള വലിയ തിന്മയെ, ഡ്യൂപ്ലിക്കസി എന്ന് പറയുന്ന ആ ഒരു വലിയ തിന്മയെ വേണ്ടെന്ന് വെക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. അവ പുറമെ മനോഹരമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപഢ്യവും അനീതിയും നിറഞ്ഞവരാണ്. ബോബിയച്ചൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ നിങ്ങളെല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു കണ്ണാടിയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓക്കെ, യു ഹാവ് ഡൺ വെരി വെൽ എന്ന് പറഞ്ഞ് സ്വയം അഭിനന്ദിക്കാനായിട്ടൊരു രാത്രിയിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സമം ശവക്കുഴി എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ വെല്ലുവിളിക്കാന്നേ, ശരിക്കും അകത്തുള്ളത് തന്നെയാണോ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് ശരിക്കും അകത്തുണ്ടോ എന്നുള്ളതാണ്. രണ്ടും പ്രധാനപ്പെട്ടതാണല്ലോ. എന്തൊരു ഭംഗിയായിട്ടാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും മുൻപിൽ. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ട്രിപ്പിങ് യുവർ സെൽഫ് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് നേക്കഡ്. കർത്താവിൻ്റെ മുൻപിൽ എന്നെ തന്നെ ഉരിഞ്ഞു മാറ്റി നഗ്നനായി ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു ലജ്ജയും കൂടാതെ നിൽക്കാൻ പറ്റുന്നൊരു സമയമുണ്ടല്ലോ. അത് പറ്റാതെ പോയിടത്താണ് പാപം തുടങ്ങുന്നത്. തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമാണ്. വസ്ത്രം മുഴുവൻ ഉരിഞ്ഞിട്ടിരിക്കുമ്പോഴും അയാളെ ഒന്നും അലട്ടിയില്ല. ഞാൻ നഗ്നനാണല്ലോ എന്ന ചിന്തയില്ല. നേരെ മറിച്ച് സ്വർഗത്തിൻ്റെ പ്രകാശം അയാളെ പൊതിയുന്ന അതിവിശുദ്ധമായൊരു കാഴ്ചയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ശരിക്കും ഉള്ളുപൊള്ളയായിട്ടുള്ള മനുഷ്യർ പുറമേ ഇങ്ങനെ പലതുകൊണ്ടും ഏച്ചുകെട്ടി പലതുകൊണ്ടും മറച്ചു പിടിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് പറയും, യു ആർ ലൈക്ക് ദ ടൂംസ്. നിങ്ങൾ ശവക്കുടീരങ്ങൾ പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത ദുർഗന്ധമുണ്ട്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം, ഈശോയെ ഡ്യൂപ്ലിക്കസി ഇല്ലാതെ ജീവിക്കാനായിട്ട്. എന്താണോ ഉള്ളിലുള്ളത് അതിങ്ങനെ ധൈര്യപൂർവ്വം മനുഷ്യരുടെ മുൻപിൽ പ്രവർത്തിക്കാനായിട്ട്, അതിന് ഒന്ന് ശുദ്ധമാവാനായിട്ട്, നന്മയുള്ള ഉള്ളുമായി നന്മ നിറഞ്ഞ മനുഷ്യരായി ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. ഈ ഒരു വചനഭാഗത്തിൻ്റെ ഉദ്ദേശം ഉള്ളിലുള്ള തിന്മയാണെങ്കിൽ പുറമേ അതേ തിന്മയോടുകൂടി ജീവിക്കാമല്ലോ എന്നുള്ള ഓർമ്മപ്പെടുത്തലല്ല. നേരെ മറിച്ച് നിങ്ങളുടെ പുറമേ എങ്ങനെയാണോ അത് തന്നെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ചില കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, മക്കളെ എന്തൊരു ഭംഗിയാണ് നിങ്ങളെ കാണാനായിട്ട്. ശരിക്കും ആ ഒരു സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവണ്ടേ, ആ ഒരു സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവണ്ടേ. കണ്ണാടി ഇങ്ങനെ കൈകൊണ്ടിടിച്ച് പൊട്ടിച്ച് കളഞ്ഞ ഒരു ചെറിയ കൊച്ചിനെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ, അവളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ പറയണ്ട വെച്ചാൽ ഐ ലുക്ക് ലൈക്ക് സെയ്റ്റൻ. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ചെകുത്താനെ പോലെ തോന്നുന്നു. ശരിക്കും അങ്ങനെയൊന്നുമല്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചാണ്. എന്തുകൊണ്ടായിരിക്കും? പുറമേ കാണുന്നത്, മനുഷ്യർ കാണുന്നതൊക്കെ ഇങ്ങനെ വളരെ ക്യൂട്ട്നെസ്സാണ്, വളരെ ഭംഗിയുണ്ട്. പക്ഷെ അവൾക്കറിയാമല്ലോ അവളുടെ ഉള്ളെന്താണെന്ന്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു രാത്രിയിൽ ഇങ്ങനെ മുറിഞ്ഞ കൈയുമായിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നതിൻ്റെ കാരണം അതാണ്.
പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളു ശുദ്ധമാക്കണമേ എന്ന്, ഞങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ഒന്ന് വിശുദ്ധീകരിക്കാൻ അങ്ങ് കൃപയുണ്ടാകണമേ എന്ന്, ഞങ്ങളുടെ ആന്തരിക ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന്, ഏതൊരാളുടെ മുൻപിലും തലകുനിയാതെ നിന്ന് ഇങ്ങനെ വലിയ തേജസ്സോടുകൂടെ നിന്ന് സംസാരിക്കാനും മാതൃക കാട്ടാനുമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവെ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരാളുടെ മുൻപിലും തലകുനിഞ്ഞു പോകാത്ത വിധത്തിൽ വിശുദ്ധമായ ആന്തരിക ജീവിതം കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഡ്യൂപ്ലിക്കസി ഇല്ലാതെ ജീവിക്കാം, കപടതയില്ലാതെ ജീവിക്കാം. കർത്താവെ, അത് വെറുമൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ തമ്പുരാൻ്റെ തിരുമുൻപിൽ ഏറ്റവും സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. ഈ ആശീർവാദം കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒറ്റ മനുഷ്യനായി വാക്കിലും പ്രവൃത്തിയിലും നെറികേടുകളില്ലാത്ത, അതേ എന്ന് പറയുമ്പോൾ അതേ എന്ന് തന്നെ എന്ന് ഉറപ്പിക്കാവുന്ന, അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് തന്നെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒറ്റ മനുഷ്യനായി ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാവട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും, എത്രമാത്രം ദേഷ്യം അവരോട് തോന്നിയാലും, നിലപാടുകൾ ഉണ്ടായിരുന്ന, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് ശുദ്ധിയുണ്ടായിരുന്ന നമ്മുടെ കാരണവന്മാരെയൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ എത്ര മുഖങ്ങളായിട്ടാണ് ജീവിക്കണമെന്ന് ഓർത്തു പോണേ. ഒന്നും രണ്ടും മുഖങ്ങളൊന്നും അല്ല. വീട്ടിലൊരു മുഖം, നാട്ടിലൊരു മുഖം, പള്ളിയിലൊരു മുഖം, സ്കൂളിലൊരു മുഖം എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ മനുഷ്യരുടെയും മുൻപിൽ ഓരോ മുഖങ്ങളാണ്. പിന്നിട്ട് പോകുന്ന പഴയ തലമുറയിലെ മനുഷ്യരെ തീർച്ചയായും നമസ്കരിക്കേണ്ടിയിരിക്കുന്നു, അവരോടും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, അവരോട് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഒറ്റ മനുഷ്യരായി ജീവിച്ചതെന്ന്. സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചിന്തയാണെന്നറിയാം, എങ്കിലും ആ സ്വസ്ഥതയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.